നമുക്ക് കണികടച്ച് കൈകളെ യാനാവരം പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. യേശയ്യ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ വീണ്ടും ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചന പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് ചൊല്ലാം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 27:1. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 118:8-9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും, ഇസ്രായേൽക്കാര് അവർ ചെയ്ത ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് തന്നെ ജെറീക്കോ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അവർ പ്രധാനമായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ ജെറീക്കോ കോട്ട നിലംപതിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഉച്ചത്തിൽ അവർ ആനന്ദത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ ജയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന്റെ ഭരണം അതാണ് നമ്മളിലേക്ക് വരേണ്ടത്. നമ്മൾ നമ്മളിലുള്ള ആശ്രയത്തിൽ നിന്ന് പിടിവിടുക, നിന്നിൽ നിന്ന് പിടി ഉപേക്ഷിക്കുക. എല്ലാ ഉടമസ്ഥതയും ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ദൈവത്തെ നീ മഹത്വപ്പെടുത്തുക. ഇങ്ങനെയാണ് നമ്മളിൽ തിന്മയുടെ ഭരണം അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വെറും പാവപ്രവർത്തികളെ കുറിച്ച് അത് ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു വിടുതൽ കിട്ടുകയില്ല. നാം നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി വേർതിരിക്കണം. നീ ക്രിസ്തുവിന് ഉള്ളതാണ്. ഒരു സമർപ്പണത്തിൽ നിന്നാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കേണ്ടത്. നീ ക്രിസ്തുവിന് നിന്റെ ജീവിതത്തെ നീ വേർതിരിക്കുക. നീ ക്രിസ്തുവിനായി നിന്റെ ജീവിതത്തെ നീ കൊടുക്കുക. ആ യേശു ദൈവപുത്രനാണ്, അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തു ദൈവമാണ് എന്ന അറിവ് നമുക്ക് ലഭിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുക, നമ്മൾ നമ്മുടെ ജീവിതം അവന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നതാണ്. ക്രിസ്തു ദൈവപുത്രനാണ് എന്ന അറിവ് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന വിശ്വാസത്തിന്റെ അറിവാണ്. അതൊരു സൗജന്യമായൊരു ദാനമാണ്. ഈ അറിവിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതം പരിപൂർണമായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുക. ക്രിസ്തു ദൈവപുത്രനാണ് എന്ന അറിവ്
ഈ അറിവ് എല്ലാവർക്കുമായി ദൈവം നൽകുന്നു. അതവിടുത്തെ സൗജന്യമായ ദാനമാണ്. ഈ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ യേശു ദൈവപുത്രനാണ് എന്ന അറിവ് അത് നമ്മളിൽ നമ്മുടെ ജീവിതം മുഴുവനും യേശുവിന് കൊടുക്കാൻ സാധിക്കത്തക്കവണ്ണമുള്ള ഒരു സമർപ്പണത്തിലേക്ക് വളരണമെങ്കിൽ, നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടി വേർതിരിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് അത് ഉയരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെയും ഇതാ ഈ സൗജന്യമായ ദാനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ വെളിപാട് സ്വീകരിക്കാൻ തയ്യാറാകണം. ബൈബിളിൽ എവിടെയെല്ലാം യേശു ദൈവപുത്രനാണ് എന്ന അറിവ് ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ദൈവം നേരിട്ട് കൊടുത്തിയ അറിവാണ്. സമരിയാക്കാരി സ്ത്രീയോട് ഈശോ തന്നെയാണ് പറഞ്ഞത്, ഇതാ ലോകം കാത്തിരുന്ന പ്രവാചകന്മാർ പ്രവചിച്ച് കാത്തിരുന്ന ആ മിശിഹ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. ഈശോ പറഞ്ഞു. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, ഇത് നിന്റെ ബുദ്ധി കൊണ്ട് നീ കണ്ടുപിടിച്ചൊന്നുമല്ല, എന്റെ പിതാവ് തന്നെ നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. നമുക്കറിയാം, കാര്യം 3 വർഷക്കാലത്തോളം യേശുവിന് ശിഷ്യന്മാർ യേശുവിന് കൂടെ നടന്നു, അവർ അത്ഭുതങ്ങൾ കണ്ടു. പക്ഷേ ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അവർക്കുണ്ടായ വിശ്വാസമൊക്കെ കർത്താവിന് കുരിശുകൊണ്ടം വന്നപ്പോൾ പോയി. പിന്നീട് അവര് ജീവൻ പോലും പരിഗണിക്കത്തക്കവണ്ണമുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ്. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് കൊടുത്തത്? ഈശോ ദൈവപുത്രനാണെന്നുള്ള അറിവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസിന് സാവൂളായിരുന്ന കാലത്ത് ദൈവം തന്നെയാണ്, യേശു തന്നെയാണ് നേരിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്, ഇതാ ഞാൻ മിശിഹായാണ് എന്ന കാര്യം വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ക്രിസ്തു മിശിഹായാണ് എന്ന വെളിപാട് ലഭിക്കണം. അതൊരു ദാനമാണ്, നമുക്കൊക്കെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ഈ അറിവ് സ്വീകരിക്കണമെങ്കിൽ അത് ബുദ്ധിയുടെ അറിവല്ലാത്തതിനാൽ നമ്മൾ എളിമയിലേക്ക് വന്നാലേ നമുക്ക് ഈ അറിവ് സ്വീകരിക്കാൻ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉന്നതമായ ജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ്. ദൈവം അഹങ്കാരികളെ ചിതറിക്കുകയും എളിമയുള്ളവരെ ദൈവം ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദൈവമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ നീ അഹങ്കരിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ദൈവം അഹങ്കാരികളെ ചിതറിക്കുന്നു, എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു. നമ്മുടെ അഹങ്കാരം എവിടെയാണ് ദൈവം ഉടച്ചത് എന്ന് പരിശോധിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോട് ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ദൈവം എന്റെ ജോലിയും കളഞ്ഞ് എന്റെ ആരോഗ്യം തകർത്ത് എന്റെ സമ്പത്ത് നശിപ്പിച്ചെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാക്കായത്, ദൈവം എന്റെ ആരോഗ്യം കളഞ്ഞ് എന്റെ ജോലിയും കളഞ്ഞ് എന്റെ സമ്പത്തും തകർത്തു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്, ഇവൻ വിശ്വസിക്കുന്ന ദൈവം എത്ര ചീപ്പായ ഒരു ദൈവമാണ്. ഒരാളുടെ ആരോഗ്യം കളയുക, സമ്പത്ത് കളയുക, എത്രയോ ചീപ്പായ ഒരു ദൈവമാണ്. ഏതായാലും ഞാന് മറിയത്തിന് സ്തോത്രഗീതത്തിലെ ഈ വചനം കാണിച്ചു കൊടുത്തു. ദൈവം ചെയ്യുന്നത് അതല്ല, ദൈവം ചെയ്യുന്നത് അഹങ്കാരത്തെ ഉടയ്ക്കുകയാണ്. എന്തിനാണ് അഹങ്കാരത്തെ ഉടയ്ക്കുന്നത്? അഹങ്കാരത്തെ ഉടച്ചാണ് യേശു ദൈവപുത്രനാണ് എന്ന ഈ വലിയ രക്ഷാകരമായ അറിവിലേക്ക് നമ്മൾ വളരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ അഹങ്കാരം ഉടയണം. ഏറ്റവും വലുത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ദൈവം നിന്റെ സമ്പത്തല്ല ഉടച്ചത്, അഹങ്കാരമാണ്. നിന്റെ അഹങ്കാരം ഇരിക്കുന്നത് നിന്റെ സമ്പത്തിലാകയാൽ, നിന്റെ അഹങ്കാരം ഇരിക്കുന്നത് നിന്റെ ജോലിയിലാകയാൽ, നിന്റെ അഹങ്കാരം ഇരിക്കുന്നത് നിന്റെ ആരോഗ്യത്തിലാകയാൽ, സൗന്ദര്യത്തിലാകയാൽ ദൈവം അത് ഉടയ്ക്കുന്നത് ഇതാ നീ എളിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. യേശുവിനെ
യേശു ദൈവപുത്രനാണെന്നുള്ള ദൈവാത്മാവിന്റെ ഈ വലിയ ജ്ഞാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് എളിമയിലേ സ്വീകരിക്കാൻ കഴിയൂ. എവിടെയെല്ലാം നമ്മുടെ അഹങ്കാരം നിലനിൽക്കുന്നോ അവിടെയൊന്നും നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ദൈവം എളിമപ്പെടുത്തിയിരിക്കുന്ന രംഗങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. ദൈവം നമ്മളെ എളിമപ്പെടുത്തിയിരിക്കുന്ന രംഗങ്ങൾ നമ്മൾ വെറും കുറച്ച് പാപത്തിന്റെ ലിസ്റ്റല്ല നമ്മളിവിടെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ എളിമപ്പെടുത്തിയ രംഗങ്ങൾ ഏതാണ്? ചിലപ്പോൾ ദൈവം നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത എവിടെയെങ്കിലും കൊണ്ടുവന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിർത്തിയിട്ടുണ്ടാകും. നീ എന്നാ ഉപയോഗിച്ചാലും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബുദ്ധി കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല, നിന്റെ ആരോഗ്യം കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഇന്ന് വരെ നിനക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറയുമോ അതൊന്നും ഇനി നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് അത് നിന്നിൽ ഉപകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വൈദികനായ കാലഘട്ടത്തിലെ ഞങ്ങളുടെ സഭയുടെ ഒരു ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറയും. അപ്പൊ ആ ധ്യാനത്തിന് പോയ സന്ദർഭത്തിൽ ഒരു വീട്ടിൽ കയറി ചെല്ലാനിടയായി. ആ വീട്ടിലെ കുടുംബനാഥൻ ഒരു യുക്തിവാദിയാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ കുറേയേറെ ചോദ്യങ്ങളും കുറെ ആർഗ്യുമെന്റ്സ് എല്ലാം എന്റെ മുമ്പിൽ നിർത്തി. കുറെ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാനിതെല്ലാം കേട്ടങ്ങനെ നിന്നു. ഒത്തിരി അറിവുള്ളൊരു മനുഷ്യനാണ്. ഏതായാലും ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് ഞാൻ വികാരിച്ചനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അയ്യോ അച്ഛനെന്തിനാ അവിടെ പോയത്? അയാൾ യുക്തിവാദിയാണ്, അയാൾ ഒരിക്കലും പള്ളി വരികയില്ല, അവിടെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. പക്ഷെ എങ്കിലും അവിടെ വെച്ചുണ്ടായ അനുഭവം ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർക്കുമ്പോഴൊക്കെ ചെയ്യാറുണ്ടായി. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ഡിവൈൻ ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ ഞാൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ ഇയാളെ പോലെ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞ ഇയാളാകാൻ സാധ്യത, ഇയാൾ യുക്തിവാദിയല്ല, ഇയാളെങ്ങനെ ഇവിടെ വരുന്നത്? പക്ഷെ എങ്കിലും അയാൾ നോക്കുമ്പോൾ അതാണോ എന്ന് എനിക്ക് തോന്നല്. ആ ക്ലാസ് കഴിഞ്ഞ ശേഷം എല്ലാവരും കാപ്പുടിക്കാൻ എന്റെ ഊട്ടുമുറിയിലേക്ക് ക്യൂ നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ ഈ സംശയം ഇങ്ങനെ തിളച്ചു നിന്നുകൊണ്ട് ഞാൻ പയ്യെ ഇയാളുടെ ഈ പറഞ്ഞ ആളുടെ അടുക്കിലേക്ക് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ അയാൾ തന്നെ. ഞാൻ പുള്ളിക്കാരന്റെ കൈക്ക് പിടിച്ചു പോയി മാറ്റി നിർത്തിയ ശേഷം ചോദിച്ചു, സാറ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അയാൾ എന്നോട് പറയാ അങ്ങനെ ഒരു ഗതികേട് എനിക്ക് സംഭവിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇയാളെ മാനസാന്തരപ്പെട്ടു എന്ന സന്തോഷത്തിലാണ് പുള്ളിയോട് ചോദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാൾ പറഞ്ഞു അങ്ങനെ ഒരു ഗതികേട് എനിക്ക് സംഭവിച്ചു എന്ന്. അടുത്ത വാചകം അയാൾ ഇങ്ങനെ പറഞ്ഞതാണ്, ജീവിതകാലത്തൊരിക്കലും ഒരു മതസ്ഥാപനത്തിന്റെ മുറ്റത്ത് കാല് കുത്തുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അവസാനം ഇങ്ങനെ ഇവിടെ വരേണ്ടതായി വന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ഗതികേടാ സംഭവിച്ചത്? അപ്പൊ പുള്ളി പറയാ 2 പിള്ളേരുണ്ട്, 2 ഗുണമില്ലാത്തതാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കണ്ടോ ദൈവത്തിന്റെ പരിപാടി കണ്ടോ? ഒരിക്കലും പള്ളിയിൽ പോകാതെ ചിലരെയൊക്കെ ദൈവം നന്നാക്കാൻ മക്കൾ ഉപയോഗിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പിടിക്കാൻ നിൽക്കുകയല്ലേ. നിന്റെ ബുദ്ധി കൊണ്ട് പറ്റുമോ? പണം കൊണ്ട് പറ്റുമോ? നിന്റെ ആരോഗ്യം കൊണ്ട് പറ്റുമോ? ഒരു കളി നടക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ അഹങ്കാരത്തെ മുട്ടുമുട്ടിക്കുന്ന ഒത്തിരി രംഗങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രോഗം വന്നു, വൈദ്യശാസ്ത്രം പറയാം മരുന്നില്ല, എന്ത് ചെയ്യും കേട്ടോ? ഹല്ലേലൂയ. നമ്മളിതാ വേറെ ഒരു വഴിയില്ല. അപ്പോഴാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം അതിന് വിലയൊന്നും ഇല്ലാതായിട്ട് തോന്നുക. കയ്യിൽ എന്തെല്ലാം ആ സമയത്ത് ഇരിപ്പുണ്ടോ അതിനൊന്നും വിലയില്ലാതെ വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ദൈവം നിർത്തിയിരിക്കുന്ന ഒട്ടേറെ ചില പോയിന്റുകളുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഉയരാനുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്നെ എളിമപ്പെടുത്തിയിരിക്കുന്ന
വേദികളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കുക. ദൈവോടെയാണ് എന്നെ എളിമപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ അഹങ്കാരം അത് ഉടച്ച് എളിമപ്പെടുക. കർത്താവ്, ഇതെല്ലാം നിന്റേതാണ്, ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ മേഖലയിലേക്ക് വന്നിട്ട് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുകയും ഇതാ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇതിൽ വിടുതൽ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതായനമാണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. കർത്താവായ യേശുവേ, പിതാവ് അയച്ച ദൈവപുത്രനായ യേശുവേ, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിന്റെ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരട്ടെ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെയും നാഥനായി രക്ഷകനായി ഞങ്ങൾ അങ്ങയെ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നാളുകളായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും നിരാശയും ഞങ്ങൾ നീങ്ങിപ്പോകട്ടെ. എളിമയിലേക്ക് ഞങ്ങൾ വളരട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒന്നുമില്ലായ്മയെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ചില പാപങ്ങൾ പോലും, പാപത്തെക്കുറിച്ച് ചിലർ കരുതുന്നത് എന്താ, പലരും പാപത്തിന് കാരണം കണ്ടുപിടിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഈ കാരണങ്ങൾ ഒഴിവാക്കിയാലും വീണ്ടും പാപം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചിലര് പാപത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാനങ്ങനെ വീഴേണ്ട ആളൊന്നുമല്ലായിരുന്നു. എനിക്കൊരു സഹോദരനോടൊന്ന് സംസാരിച്ചു. ഞാൻ ചെറുപ്പത്തിലെ ഓർഡർ ബോയ് ആയിരുന്നു, ബൈബിൾ എപ്പോഴും കയ്യിലെടുക്കുമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം കള്ളുചാപ്പലും കുടിയും ഒക്കെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയാം, ഞാൻ ഇങ്ങനെയൊന്നും വീഴേണ്ട ആളല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം എന്താ, നീ ഇതിനേക്കാൾ കൂടുതലായിട്ട് വീഴേണ്ട ഒരാളാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും വീണു പോകുന്നവരാണ് എന്ന വലിയ അറിവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. വീഴാതിരിക്കുന്നെങ്കിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും പാപികളാണ്, എല്ലാവരും വീണു പോകുന്നവരാണ്. ഈ വലിയൊരു ഉന്നതമായ ജ്ഞാനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മാനസാന്തരം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ വീട് പോയ ഒരു പാവത്തിൽ കയറി പിടിച്ചിട്ട് അത് അങ്ങനെയൊന്നും വീഴേണ്ട ഒരാളല്ലായിരുന്നു, അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നതുകൊണ്ടാണ്. വെറുതെ ഈ ചിന്തയുടെ തലയിലെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുക, നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുക. ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയിലേക്ക് കണ്ണുകൾ തുറക്കുക. ദൈവം താങ്ങി നിർത്തുന്ന കരങ്ങൾ നീ വ്യക്തമായി മനസ്സിലാക്കുക. ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയട്ടെ. നമ്മുടെ ഒന്നുമില്ലായ്മയെ കാണുവാൻ ദൈവം നമ്മളെ ഇതാ ഉയർത്തുന്നു. അതുകൊണ്ട് പാപത്തിന് കാരണവും കണ്ടുപിടിച്ച് അതിനൊക്കെ സ്വന്തം ബലം കൊണ്ട് അതിന് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിക്കുന്ന വിഡ്ഢിത്തങ്ങളെ പരിപൂർണമായി തലയിൽ മാറ്റി അതെല്ലാം കർത്താവിന്റെ അൾത്താരയിലേക്ക് വെച്ച് എളിമയിലേക്ക് വരുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, സേവയായ കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ മുഴുവനും നിരവധിയായ അഹങ്കാര ചിന്തകളാൽ ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ പൈശാചിക പീഡകൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ യോഗ്യതയിൽ ഞങ്ങൾക്ക് പശ്ചാത്താപവും അനുതാപവും ലഭിക്കട്ടെ. ഞങ്ങളുടെ അഹങ്കാരം ഉടയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.